ഹലോ, ഇന്ന് ഓട്സ് വെച്ചിട്ട് ഒരു സ്നാക്സാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് ഓട്സ് എടുക്കുക. അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓട്സ് നന്നായിട്ടൊന്ന് പച്ചമണം മാറി നല്ല ഒന്ന് മൂത്ത് വരണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയെ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് സവാള, ക്യാരറ്റ്, ഇഞ്ചി ഇത് മൂന്നും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വച്ചതാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്യാരറ്റ്, ഇഞ്ചി എന്നിവ ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റവ ആഡ് ചെയ്യാം. റവ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കൂടുതൽ എണ്ണ ചേർക്കണ്ട ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റവ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് തൈര്, പുളിപ്പില്ലാത്ത തൈര് ചേർക്കണം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം, അതായത് ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ ഉള്ളിവടയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് ഓട്സും കൂടി, നമ്മൾ വറുത്ത് വെച്ച ഓട്സും കൂടി ചേർത്ത് ഞാൻ മിക്സിയിലൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കും. കാര്യം അല്ലെങ്കിൽ ഈ ഉള്ളിയെല്ലാം ഇതേപോലെ വലിയ പീസായിട്ട് കിടക്കുമ്പം കഴിക്കാനൊരു ടേസ്റ്റ് കുറവാണ്. അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ നല്ല ബാറ്റർ നല്ല പോലെ കിട്ടും. എന്നിട്ട് അത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചു. കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കുന്നതായിരിക്കും നല്ലത്. മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില ചേർത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്രത്യേക ഷേപ്പിലൊന്നും അല്ല ഇട്ടേക്കുന്നത്, ബോൾസ് ആയിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവും. ഇതിപ്പോൾ ഞാനിങ്ങനെ പരത്തി ഇട്ട് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, എരിവ് ഇഷ്ടമുള്ളവർക്ക്. ഞാനിവിടെ ചേർത്തിട്ടില്ല. നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പാനിലായതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. തീ കുറച്ച് വെച്ച് 2 സൈഡും നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇവിടെ ദാണ്ടേ നല്ല പോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. സ്നാക്സിൻ്റെ ഒരു ഷേപ്പ് കിട്ടാത്തത് കൊണ്ട് ഒരു ഭംഗിക്കുറവുണ്ട്. എന്നാലും ടേസ്റ്റിന് നല്ല ടേസ്റ്റാണ്, ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ചൂട് പറക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.